ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെള്ളക്കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, ദോശ എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ രാത്രി തന്നെ ഞാനൊരു ഗ്ലാസ് കടല കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു 5 വിസിൽ വരുന്നോടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങളുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ച് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു കളറൊന്ന് ചേഞ്ചായി വരുന്ന ആ സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സമയമൊന്നും ഇല്ല, നല്ല ടേസ്റ്റായിട്ട് സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാം. ഇനി നമുക്കതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവിന് ആവശ്യമായ പച്ചമുളക്, ഞാനൊരു ചെറിയ സവാളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന കടലയ്ക്ക് അനുസരിച്ച് വേണം ബാക്കിയുള്ളതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തേക്കുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉപ്പ് കൂടി പോകാതെ. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വേഗം വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു വേറൊരു പാനിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറക്കണം. അതായത് ചൂടാക്കി എടുക്കാവുള്ളൂ കേട്ടോ. ഇനി മസാലപ്പൊടിയായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു പിഞ്ച് ഗരം മസാല, ഒത്തിരി ഒന്നും വേണ്ട, 1/2 ടീസ്പൂൺ പോലും വേണ്ട, ഒരു പിഞ്ച് മാത്രമേ ചേർക്കാവുള്ളൂ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. വറുത്തെടുക്കണ്ട, ചൂടാക്കിയെടുത്താൽ മതി. ജസ്റ്റ് ചൂടായിട്ട് നമുക്ക് തണുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ ഉള്ളി വഴറ്റിയ ആ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഉടച്ചെടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കൂട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് ലാസ്റ്റ് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും കുറുകുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.